ചേച്ചി എണീറ്റില്ലല്ലേ? ചേച്ചി ചേച്ചി എണീറ്റി. എന്ത് പാറൂസേ, എന്തിനാ നേരെ വെളുക്കുന്നതിന് മുന്നേ എണീറ്റേ? സ്കൂളൊന്നുമില്ലല്ലോ. ആഹാ ബെസ്റ്റ്. ഇനിയിപ്പോ എപ്പോഴാ നേരം വെളുക്കുക? ടൈമേ ഉച്ചയാവാറായി. പിന്നെ ഈ ഇരുട്ട് നീ കാണുന്നില്ലേ? എന്നിട്ട് ടൈം ഉച്ചയാവാറായല്ലോ. എന്റെ പൊന്നു ചേച്ചി, അതെ ഇന്നലെ പെയ്ത മഴ ഇതുവരെ ചോർന്നിട്ടില്ല. മഴ കാരണം ഇരുട്ട് മൂടി കിടക്കുന്നേ. ഇത് നോക്കി നിൽക്കാണെങ്കിൽ ചേച്ചി എണീക്കത്തില്ല. ഈ മഴക്കാലത്ത് ചേച്ചിയെ സൂര്യൻ വന്ന് വിളിക്കുന്നു വിചാരിച്ചു. ടൈം 10 ആവാറായോ? പിന്നല്ലാതെ. എന്നിട്ട് നീ ഇപ്പോഴാണ് എന്നെ വിളിക്കുന്നേ? ആ ഇനിയിപ്പോ എനിക്കായി കുറ്റം. ഞാൻ പോവാ. ഷോ നമ്മുടെ നല്ലോണം കിട്ടുമോ? ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. നേരത്തെ എണീക്കാൻ പറഞ്ഞതാ. പേടിച്ചു പോയി മനുഷ്യൻ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെന്നാ ഇങ്ങോട്ട് വരരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ചേട്ടൻ എങ്ങോട്ട് പോന്നേ? ഞാൻ ഇങ്ങോട്ട് പോനാ. സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് പിന്നെ ഞാനേ ഉസ്മാന്റെ കൂടെ മീൻ പിടിക്കാൻ പോവാ. അമ്മ അറിയണ്ട. ഞാൻ പറഞ്ഞോളാം. ചതിക്കല്ലേ നിന്റെ പൊന്നു പാറൂസല്ലേ, പറയല്ലേ. ഓക്കെ, ഞാൻ അമ്മയുടെ അടുത്ത് പറയില്ല. പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് ഉപകാരമാണെങ്കിലും ഞാൻ ചെയ്തേക്കാം. പറ. അത് പിന്നെ ഞാൻ പോരും. അതൊന്നും നടക്കൂല. പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്ത് ഉപകാരമാണെങ്കിലും ചെയ്തേക്കാന്നല്ലേ? നിന്നെ കൊണ്ടുപോകുന്ന എന്തായാലും നടക്കൂല. ഓക്കെ, എന്നാ ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറയാം. അമ്മേ പാറൂസെ കൊണ്ടുപോവാ. അങ്ങനെ വായിക്കുവാ. അല്ല മീൻ പിടിക്കാൻ വലയൊക്കെ വേണ്ടേ? വലയൊന്നുമില്ല, ചൂണ്ടലുണ്ട്. അതെവിടെ? അത് ഉസ്മാന്റെ അടയാണ്. അല്ല അമ്മയോട് എന്ത് പറഞ്ഞിറങ്ങും? ആ നീ തന്നെ ഐഡിയ ഉണ്ടാക്ക്. ഞാനേ ചിന്നന്റെ കളിക്കാൻ പോവാന്ന് പറയാം. ചേട്ടന് ഉസ്മാന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞാ പോരെ? എന്നാ നീ പോയി പറ. അയ്യടാ ചേട്ടൻ തന്നെ പറ. നിന്നെ കൊണ്ടുപോകണമെങ്കിൽ മതി. ശരി, ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഈശ്വരാ, ഇവളത് കൊളാക്കോ? ഇവളെ കൊണ്ടുപോയ പണി ആവൂലേക്കും. അമ്മ സമ്മതിച്ചു പോവാ. അല്ല ദേവന്തേ? ദേവിച്ച് പാത്തോമില്ല. എന്നാ വേഗം പോര്. ദേവ് പറഞ്ഞാല് നമ്മളെ പ്ലാനൊക്കെ കണ്ടുപിടിക്കും. അല്ലമ്മേ പാറൂസും നന്ദന്തേ? ആ അവര് ഉസ്മാന്റെ അടുത്ത് പോയതാ. എന്തിനാ അവരവിടെ പോലെ കളിക്കാന്? ഈ മഴയത്തോ? ആ അവരകത്ത് നിന്ന് കളിച്ചോളും. നിന്റെ ഫുഡ് ഇനിയും കഴിഞ്ഞില്ലേ? എപ്പം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് നീ? ആകെ കുറച്ച് ഫുഡാ തന്നെ. നീ ഫുഡ് കഴിച്ചിട്ടേ നിന്റെ ബുക്ക് ഷെൽഫൊക്കെ ക്ലീൻ ആക്കാൻ നോക്ക്. കുറെ ഉണ്ട് നന്നാക്കാനെന്ന്. ഞാനെന്റെ ഇത് മാത്രമേ റെഡിയാക്കുള്ളൂ. അവരുടെ അവർ തന്നെ ആക്കിക്കോളൂ. ഞാനും കൂടി തരാടി. അവര് വന്നാ അവർക്കും കൊടുക്ക പണി. അമ്മേ എനിക്കൊരു ഡൗട്ട്. എന്തേ? അല്ല ഇന്നലെ നന്ദ ഉസ്മാന് മീൻ പിടിക്കുന്ന എന്തൊക്കെയാ പറയുന്നത് കേട്ടിരുന്നേ. ഇനിയിപ്പോ അവര് മീൻ പിടിക്കാൻ പോയതാണോ? ഈശ്വരാ, ഈ മഴയത്തോ? നല്ല കുത്തൊഴുക്കില്ലേ വെള്ളമാ. നീ പോയെന്ന് നോക്കിക്കേ. എന്നെ വീട്ടിലും പോയി നോക്ക്, ഉസ്മാന്റെ വീട്ടിലും. എനിക്കെന്നാ വയ്യ. നിന്നോട് ഞാൻ പോയി നോക്കാൻ പറഞ്ഞേ. ഈ പിള്ളേർക്ക് എന്നും ക്ലാസ് ഉണ്ടാവാന്നല്ലേ? മനുഷ്യനെ ഒരിടത്ത് സമാധാനമായി നിൽക്കാൻ സമ്മതിക്കൂല. ഒരു 100 കൂട്ടം പണിയുണ്ട് എനിക്ക്. ഇങ്ങോട്ട് വരട്ടെ രണ്ടും. തികച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. തുമ്പി തുമ്പി ദേവു നീയോ? വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കേറാൻ ടൈമില്ലടാ. കുറച്ച് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ. അല്ല പാറൂസും നന്ദു ഇവിടെ വന്നിരുന്നോ? ഇല്ലല്ലോ. എന്തേ? അവര് ഉസ്മാന്റെ അടുക്കാന്ന് പറഞ്ഞാ ഇറങ്ങിയേക്കുന്നേ. അവിടെ ഒന്നുമില്ല. അപ്പോ ചിന്നുടാടി ഞാൻ ചോദിച്ചു, അവിടെയില്ല. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവുന്ന കരുതി ഇങ്ങോട്ട് വന്നേ. എന്നാ ശരി കേട്ടോ. നീ പോവാണോ? അതേടി, ഞാൻ പിന്നെ വരാം. ദേവു അവരെന്തേ? എനിക്കറിഞ്ഞൂടാ. ഉസ്മാൻ ഡാഡിയും ചിന്നുടാടിയും പോയി. പിന്നെ അവിടെ കാണാത്തപ്പോ തുമ്പിൻഡാടി അന്വേഷിച്ചു. അവിടെ ഇല്ല അവര്. അപ്പോ അവിടെ ഒന്നുമില്ല അവര്? ഇല്ലാന്നേ. എന്റെ ഈശ്വരാ, ഈ പിള്ളേർക്ക് എങ്ങോട്ട് പോയേക്കുന്നേ? അല്ല ഉസ്മാൻ ഉണ്ടാടേ? ഇല്ല. നീ എന്തായാലും ഇവിടെ നിൽക്കേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ പോരണ അമ്മേ? വേണ്ട, ഞാൻ പോയെന്ന് നോക്കട്ടെ. ശരി. ഇന്ന് നല്ലോണം കിട്ടാനുള്ള വക ആയിട്ടുണ്ട് രണ്ടാക്കും.